ഗൈസ്, ദൃശ്യം 3 കണ്ടു. അതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. ഈ വീഡിയോ സ്പോയിലർ റിവ്യൂ ആണ്. സ്പോയിലർ വിളിച്ച് പറഞ്ഞാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു പടം അങ്ങനത്തെ പടമാണ്. അപ്പോൾ കൂടുതൽ മുഖവരകൾ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഷാനൂസ് ഇംഗ്ലീഷ് ഷാനൂസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. അപ്പോൾ ദൃശ്യം 3 ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത ദൃശ്യം എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ പടം. ഫസ്റ്റ് ഞാൻ പറയാം, ദൃശ്യം ഫസ്റ്റ് പടം. ദൃശ്യം ഫസ്റ്റ് അത് ഞാൻ ടി വിയിൽ കണ്ടാണ്. ഏഷ്യാനെറ്റിലോ സൂര്യയിലോ ഏതിലോ മറ്റേ ക്രിസ്മസിനോ ഓണത്തിനോ വന്ന സമയത്ത് കണ്ട പടമാണ്. ദൃശ്യം 2 OTT ആയിരുന്നു. ദൃശ്യം 3 ശരി, ഓക്കെ. നമുക്ക് ആദ്യം തൊട്ട് ഒന്ന് വിവരിച്ച് പറയാം. ദൃശ്യം 1 എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പടം അതുവരെ ഇറങ്ങിയിട്ടില്ല, ആ ഒരു ലെവലിൽ ഇറങ്ങിയിട്ടില്ല. ദൃശ്യം 2 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറെ അനലോജിക്കൽ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. ലാസ്റ്റ് ഒരു 30 മിനിറ്റ് മാത്രമേ ദൃശ്യം 2 എന്ന് പറഞ്ഞ പടം ഉള്ളായിരുന്നു. ദൃശ്യം 3 വന്നപ്പം ഈ പടം 2 മണിക്കൂറും 34 മിനിറ്റ് കണ്ടാണ് ഈ പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റർവെല്ലിൽ നിന്നാണ്. എന്നുവെച്ചാൽ മറ്റേ ഷാജോണിന്റെ പോലീസ് ക്യാരക്ടർ ഉണ്ടല്ലോ, സഹദേവൻ, പുള്ളിയെ കാണിച്ച് ഇന്റർവെല്ല് എന്ന് എഴുതി കാണിക്കുന്ന തൊട്ടാണ് ശരിക്കും പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ചുമ്മാ എന്തിനോ 1.25 മണിക്കൂർ ഇട്ട് വലിച്ചഴച്ച് തൊലിച്ചങ്ങ് വെച്ചേക്കുക. കഥയില്ല, ഒരു കോണാനും ഇല്ല. അങ്ങ് തൊലിച്ച് വെച്ചങ്ങ് 1.5 മണിക്കൂർ അങ്ങ് നീട്ടും. ഷാജോൻ വന്നതിന് ശേഷമാണ് സിനിമ തുടങ്ങുന്ന, ദൃശ്യം 3 തുടങ്ങുന്ന. അതുവരെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറെ അങ്ങ് വലിച്ചു നീട്ടി എന്തൊക്കെ കാണിച്ച് എന്തൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ ഷാജോൻ വന്നതിന് ശേഷം കാര്യമായിട്ട് വലിയ ഒന്നുമില്ല അതിനകത്ത്. ഒരു തേങ്ങയില്ലെന്ന് വെച്ചാൽ ഒരു തേങ്ങയില്ല. സീരിയസ്ലി ജിത്തു ജോസഫ്, വാട്ട് ഹാപ്പൻ ടു യു മാൻ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ നിങ്ങള്. ദൃശ്യം 2 പിന്നെയും കൊള്ളായിരുന്നു. 3 എന്തുവാടെ ഇത്? ദൃശ്യം 2 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കോട്ട സീനിൽ ലാസ്റ്റ് കുറച്ച് ട്വിസ്റ്റ് കൊണ്ടുവന്നു. അത് കുറെ അൺലോജിക്കൽ സാധനം ആയതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെടാത്ത. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്നാലും കഥയിൽ ചോദ്യമില്ല എന്ന് പറയണമെങ്കിൽ അത് പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ ദൃശ്യം 2ന്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യം 1 കഴിഞ്ഞിട്ട് ഇവരെ വീണ്ടും ആ ഫാമിലിയെ പിന്തുടരുന്നു, പോലീസുകാർ പിന്തുടരുന്നു. അതിനുവേണ്ടി ജാഗ്രത പാലിച്ചിരിക്കുന്ന ഗൃഹനാഥൻ മോഹൻലാൽ ജാഗ്രത പാലിച്ചിരിക്കുന്നു, CCTV ഒക്കെ നോക്കിയിരിക്കുന്നു. ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുൺ പ്രഭാകരന്റെ ബോഡി പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കട വലുതാക്കിയിട്ട് അവിടെ ഒരു CCTV വെച്ചിട്ട് പോലീസ് സ്റ്റേഷനെ ഫോക്കസ് ചെയ്ത് CCTV വെച്ചിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ദൃശ്യം 2 ജോർജ് കുട്ടി. സ്വന്തം വീട്ടിന്റെ ബാക്കിൽ കുഴിയെടുക്കാൻ സഹദേവൻ വന്നിട്ട് ജോർജ് കുട്ടി അറിയുന്നില്ല. സ്വന്തം വീട്ടിന്റെ ബാക്കിലും വീട്ടിന്റെ സൈഡിലും ഒന്നും ജോർജ് കുട്ടിക്ക് CCTV വെക്കാൻ ഉള്ള ബുദ്ധിയില്ല. എല്ലാം അറിയാവുന്ന എത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനെ വരെ ഫോക്കസ് ചെയ്ത് CCTV വെച്ച് അതിരുന്ന് സ്വന്തം ഓഫീസിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോർജ് കുട്ടിക്ക് സ്വന്തം വീട്ടിൽ ഒരു CCTV വെക്കാൻ വയ്യ. എന്തോന്നറിയത്? എന്തോന്നാണ് ദൃശ്യം 1 ഒരു നടക്കാത്തൊരു സംഭവം അതിനെ വേറെ 2 ദിവസം കൊണ്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ബ്രില്യൻസ് ആണ് ജോർജ് കുട്ടിക്കുള്ളത്. ആ ജോർജ് കുട്ടിക്ക് ഒരു CCTV വെക്കാൻ അറിഞ്ഞൂടാ. ഭയങ്കരം തന്നെ ആട്ടാ. ജിത്തു ജോസഫ് ഞെരിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രഭാകരൻ മാമന്റെ കാര്യമാണ് പറയാനുള്ള. നമ്മളെ മോന് എന്ത് പറ്റി, മരിച്ചല്ലോ, നമുക്ക് കർമ്മം ചെയ്യാനെങ്കിലും കുറച്ച് എല്ലുംപൊടി കൊണ്ട് താടയെന്നും പറഞ്ഞ് കരഞ്ഞ് കാലി പിടിച്ച് എല്ലുംപൊടി കൊണ്ട് കൊടുത്തവന് ഇപ്പം വില്ലനായിട്ട് വന്നിരിക്കുന്നു 3ാമത്തേൽ. അന്നൊന്നും ഇല്ലാത്ത ഇത് ഇരന്ന് വാങ്ങി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ്. ജോർജ് കുട്ടി ഇരന്ന് കുടത്തിൽ വാങ്ങി കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ വില്ലനായിട്ട് വന്നേക്കുന്നു. ഈ പെണ്ണിനെ അകത്താക്കിയേക്കോ, ഇങ്ങനെ ഭയങ്കര പോപ്പ്. അതുവരെ ഒരു കുരുവില്ലായിരുന്നു. പിന്നെ എന്റെ മോന് നീതി വേണ്ട, നമ്മളതിനൊക്കെ നിങ്ങളെ മോയി കണ്ണന്തിരി കാണിച്ചിട്ടാണ് തല്ലിക്കൊന്നത്. അതങ്ങനെ അറിഞ്ഞൂടെ? എന്റെ മോന് നീതി. പിന്നെ എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോർജ് കുട്ടിയുടെ മൂത്ത മകളുണ്ടല്ലോ അഞ്ജു, ആ പുള്ളിക്കാരിയുടെ കരിയർ തന്നെ ദൃശ്യം ഫ്രാഞ്ചൈസി വെച്ചാണ് ഇരിക്കുന്നത്. വേറെ ഒരു പടവും ഇല്ല. ദൃശ്യത്തിന്റെ 1 ഇറങ്ങുമ്പോൾ 2 ഇറങ്ങുമ്പോൾ 3 ഇറങ്ങുമ്പോൾ 4 ഇറങ്ങുമ്പോൾ ഈ ദൃശ്യമുള്ള കാലത്തോളം ഈ പെണ്ണുണ്ട്, ഇല്ലെങ്കിൽ വേറെ പടത്തിലൊന്നുമില്ല. അതിന് ചുമ്മാ ഒന്നുമില്ല, ചുമ്മാ ഇരി. അനിയത്തിയുടെ തൊയ്ത്തി ചുമ്മാ ഇരി.
അല്ലെങ്കിൽ നീ പറ, അല്ലെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നീ അകത്തേറിപ്പോ. ഇങ്ങനെ വളരെ കൊച്ചു കൊച്ചു ഡയലോഗുകൾ മാത്രമേ ആ ഒരു ക്യാരക്ടറിനുള്ളൂ. ടോട്ടൽ വേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അമ്മയായിട്ടുള്ള ക്യാരക്ടറിനല്ല മീനടാ. എനിക്കിത് ദൃശ്യം 2 കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ സാധനമാണ്. പക്ഷെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലും കാര്യം റിവ്യൂ ഒന്നും പറയാത്തതുകൊണ്ട് ഇപ്പൊ 3യുടെ സമയത്ത് ഇത് പറയുന്നോണ്ട് പറയുക. എടേ, നീയും നിന്റെ മോളും കൂടെ ഒരുത്തനെ കൊന്നു. അതിന്റെ പ്രശ്നങ്ങൾ 1ൽ കാണിച്ചു. അത് പിന്നെയും റീഓപ്പൺ ചെയ്ത കേസ് വരുന്നതിന്റെ പ്രശ്നങ്ങൾ 2ൽ കാണിച്ചു. അപ്പൊ ഇവര് വിടാതെ പിന്തുടരുവാണ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് യാതൊരുവിധ സംഭവം നടന്നില്ലാത്ത നമുക്ക് കൂളായിട്ടാണ് ജോജൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക ചെയ്യുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. അതെന്തിന് ചെയ്യണ, അതെന്തിന് അങ്ങനെ കാണിക്കുന്ന, കൂളായിട്ടിരിക്കുക. അങ്ങനത്തെ ഒരുമാതിരി ഇങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആക്ടിങ്. ഒറിജിനലി ഇപ്പോൾ റിയൽ ലൈഫിൽ സാഹചര്യം കൊണ്ട് ഒരാളെ ഒരാളെ കൊല്ലേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചോ. അങ്ങനെയുള്ള ആളിന് ഈ ഒരു സാധനം എന്നും മൈൻഡിൽ കിടക്കുന്ന സാധനമായിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നതിനെ ഫസ്റ്റ് അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും ചിന്തിക്കുന്നത്. ഇത് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ നടന്നിട്ടേ ഇല്ല. മോഹൻലാലിന് മാത്രമേ അറിയാവൂ ഇങ്ങനെ ചത്തെന്നുള്ള ഒരിത്. മോഹൻലാലിന്റെ മൂത്ത മോക്കും ഈ രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ ഇതിനെ കുറിച്ചുള്ള ഒരിത്. ഈ മീനയുടെ ക്യാരക്ടറിന് അങ്ങനെ ഒരു തേങ്ങ ഇല്ലാത്ത കണക്ക്, ഒരു ടെൻഷനും ഇല്ല, ഒരു ആവലാതിയില്ല, ഒന്നും അറിഞ്ഞൂടാ. ഇത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതേ പുള്ളിക്കാരിക്ക് അറിഞ്ഞൂടാത്ത കണക്കാണ് ഈ കഥയിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. മൂത്ത മകളുടെ നല്ല ഭാവി എന്ന് വിളിച്ച് നടന്നിട്ട് ഏതാ കാവക്കിക്ക് കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. അവനെ തല്ലിക്കൊന്നാലും കുഴിച്ചിട്ടാലും ആരും ചോദിക്കൂല. ആ രീതിയിലത്തെ ഒരു ക്യാരക്ടറാക്കി കൊണ്ടുവന്നിട്ടേക്കുന്നു. തല്ലിക്കൊന്നാലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്താലും ആരും ചോദിക്കത്തില്ല. അങ്ങനെയാണ് കൊണ്ടുവന്ന് അവനെ പ്ലേസ് ചെയ്തിട്ടേക്കുന്നത്. ഒരു ലോജിക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മോളെ ഭാവി നോക്കി ഒരുത്തന്നെ നല്ല ഒരുത്തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുത്തോണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ മോള് 2ാം കെട്ട് അറിയും കൂടെ ആയി. മറ്റാണെങ്കിൽ കെട്ടിയില്ല, കല്യാണം കഴിഞ്ഞില്ല, കല്യാണ ആലോചനകൾ മുടങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സാധനം മാത്രമല്ല. ഇപ്പൊ 2ാം കെട്ട് അറിയായി. ഇനി 4ാമത്തേൽ ഇനി മോളെ 2ാം കെട്ടായിരിക്കും കാണിക്കാൻ പോണം. ആദ്യത്തേല് മറ്റേ അയലൊക്കെക്കാര് പറ്റിച്ച് ജോജൂട്ടിയ. ഇപ്പൊ മോളെ കെട്ടാൻ വന്ന ചെറുക്കൻ പറ്റിച്ച് ജോജൂട്ടിയുടെ ജീവിതം പറ്റിക്കപ്പെടാൻ ഇനി ബാക്കി. പോരാത്തതിന് മറ്റേ രാജനും പറ്റിച്ചു. രാജാ എന്തിനടാ അതിനെ പറ്റിക്കാൻ പോയത്? സ്കെലട്ടൻ വരെ 2ാമത്തെ പാർട്ടില് സ്റ്റേഷനിൽ നിന്ന് കുഴിച്ചെടുത്ത് വേറൊരു കല്ലറയെന്ന് സ്കെലട്ടൻ എടുത്ത് അതുകൊണ്ട് മാറ്റിയിട്ട് അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ജോജൂട്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജോജൂട്ടി കാരണമാണ് മറ്റേ അങ്ങേരെ ലൈഫ് തൊലഞ്ഞതെന്ന്, അല്ലെങ്കിൽ തൊലഞ്ഞു പോയി എന്ന് ജോജൂട്ടിക്ക് ഇതുവരെ മനസ്സിലായില്ല. പിടിച്ച് കൂടെ നിർത്തുന്നുണ്ട്. ജസ്റ്റ് ശവക്കല്ലറയെന്ന് ഒരു അസ്ഥി കൂടെ എടുത്തു കൊടുത്ത അങ്ങേർക്ക് ജോജൂട്ടി സ്ഥലവും വാങ്ങിച്ച് വീടും വെച്ചു കൊടുത്തു. ജീവിതം തൊലഞ്ഞു പോയി ജോലി പോയ അവന് ഒന്നും ചെയ്യാൻ ജോജൂട്ടിക്ക് തോന്നിയില്ല. ജോജൂട്ടി അങ്ങ് മറന്നുപോയി. ജോജൂട്ടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മറന്നുപോയി. എല്ലാം കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്യാരക്ടർ ആക്ക് എന്തൊരു ക്യാരക്ടർ ആക്ക്. ലാസ്റ്റ് ഡയലോഗ് എന്റെ മോളെ പറയാൻ വന്നതിനെ കൊന്നുകളയും. ഈ ഒരൊറ്റ ഡയലോഗാണോ ജോജൂട്ടിയുടെ ക്യാരക്ടർ ആക്ക്? ജോജൂട്ടിയുടെ ക്യാരക്ടർ ആക്കുന്ന പറഞ്ഞ സാധനം ഫസ്റ്റ് ദൃശ്യത്തിലെ കഴിഞ്ഞു. ജോജൂട്ടി എത്രത്തോളം ബ്രില്യൻ്റ് ആണ്, അവന്റെ തല എങ്ങനെയാണെന്നുള്ള സാധനം ദൃശ്യം 1 കഴിഞ്ഞ്. ലാസ്റ്റ് എന്റെ മോളെ പറയാൻ വന്നതിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഫുള്ള് ജോജൂട്ടിയുടെ ക്യാരക്ടർ ആക്കാവോ? ക്യാരക്ടർ ആക്കല്ലോ, കോപ്പ്. ഒരു സംസ്ഥാനത്തുള്ള പോലീസ് ഓഫീസർ ആണ്. ഐജിക്ക് ഇങ്ങനെ വരും അങ്ങനെ വരും ഇതൊന്നും ഐജിക്ക് അറിഞ്ഞൂടാ. ഈ കാണിക്കാൻ പോകുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്ന് ഐജിക്ക് അറിയാം. എന്നിട്ടും സസ്പെൻഡ് ആയ ഒരുത്തൻ, അതും സഹദേവനെ പോലത്തെ ഒരു മുണഞ്ഞ പോലീസ് അതിന്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ്. അത് ഈ അമേരിക്കയിൽ നിന്ന് പ്രതികാരം വീട്ടാൻ വന്ന സിദ്ദീഖിന്റെ പ്രഭാകരൻ മാമന്റെ വാക്കും കേട്ടോണ്ടങ്ങ് നിൽക്കുക. ഇങ്ങനെ തന്നെ നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട് മീഡിയ ചെയ്തറിഞ്ഞു കഴിഞ്ഞാൽ ഇതാവും, ഇതാവും. തിമ്മതിനെ 2ാമത്തേല് ഇപ്പൊ ജോജൂട്ടി കുറ്റം സമ്മതിച്ച് ജയിലിൽ പോകുന്ന കണക്കത്തെ ഒരു സാധനം കാണിക്കുമായിരുന്നുണ്ടെങ്കിൽ ചോക്കെ പെർഫെക്റ്റ് ഫൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോ ഒരാവശ്യമില്ല. അത് അവർക്കെതിരെ തെളിവുണ്ടായിട്ട് വരെ
ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചങ്ങ് ജയിലിൽ പോകാൻ പോകണം. എനിക്ക് തോന്നുന്നു ഇത് മതിയാക്കാനായിട്ടുള്ള സാധനമായിരിക്കും അവര് നോക്കിയത്, എൻഡ് ചെയ്യാനായിട്ടുള്ള സാധനമായിരിക്കും നോക്കിയത്. ഇതുകൊണ്ടെങ്കിലും ഒന്ന് നിർത്തിക്കൊള്ളണം എന്റെ പൊന്നപ്പ, ഇനി കൊണ്ട് വരല്ലേ. ഇതുവരെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ പോയെന്നാ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ അഭിപ്രായം വെച്ചിട്ട് കുഴപ്പമില്ലാതെ പോയി പടം. വെച്ച് നിർത്തിക്കൊള്ളാൻ പൊന്നപ്പ, ഇനിയും കൊണ്ട് വരല്ലേ നാലെന്നും പറഞ്ഞ്. അതാണ് വല്ലാത്തൊരു വേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം. പിന്നെ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധകം വന്ന് കൊങ്ങിക്ക് പിടിച്ച് ഫയല് വാങ്ങിച്ചുകൊണ്ട് പോയി, ഇതെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ജോർജ് കുട്ടിയെ വിളിച്ച് പറയുന്നു. പക്ഷെ ഈ ഫയലില് വരുത്തിയ തിരുത്തുകളൊന്നുമല്ലോ, മാറ്റങ്ങളുണ്ടല്ലോ, അതിങ്ങനെ മാറ്റി അങ്ങനെ മാറ്റി എന്ന് ജോർജ് കുട്ടിയെ വിളിച്ച് പറഞ്ഞില്ല. പാവം ജോർജ് കുട്ടിയെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞില്ല. എന്താന്നൊക്കെയാണ് ഇത്. ഫസ്റ്റ് സിനിമ കംപ്ലീറ്റ് ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ മറ്റേ അടച്ചിട്ടേക്കുന്ന വാതില് പോലെ, മറ്റേ എയർ ടൈറ്റ് എന്ന് പറയില്ലേ, ആ ഒരു ലെവലില് ഒരു ഫോൾട്ടുകളും ഇല്ലാത്ത രീതിയിൽ ബിൽഡ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് എടുത്തോണ്ട് വന്നൊരു സിനിമ. സെക്കൻഡ് ആയപ്പോ അതിന്റെ ഒരു 25% കുറഞ്ഞ്, ആ ഒരു അത്രയും പെർഫെക്ഷന്റെ 25% കുറഞ്ഞ്, ഇതായപ്പം 75% പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ. നമ്മള് ദൃശ്യത്തില് കണ്ടുവന്നൊരു മോഹൻലാലിന്റെ ക്യാരക്ടർ മറ്റേ പരിണാമം സംഭവിച്ച് അങ്ങ് മണ്ടനായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫാൻസുകാർ വന്നിട്ട് പറയും അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്, കാരണം ഇത്രയും വർഷത്തെ സ്ട്രെസ് കൊണ്ട് ജോർജ് കുട്ടിക്ക് തല വെക്കാവുന്നില്ല, തലച്ചോറ് അടിച്ചു പോയി എന്നൊക്കെ വന്ന് പറയും. അത് കാണിക്കാൻ വേണ്ടി ഡയറക്ടർ ബ്രില്യൻസ് ആണ്, അത് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന പടമാണെന്ന് പറയും. അങ്ങനത്തെ പറയാ പൊട്ടന്മാര് പോരടെ. ദൃശ്യം 1 വെച്ച് നോക്കണേ പടം കൊള്ളത്തില്ല. 2 ഇഷ്ടപ്പെട്ടില്ല, 3 ഇഷ്ടപ്പെട്ടു. ദൃശ്യം 1 നല്ല, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, കൊള്ളത്തില്ല. പിന്നെ എന്റെ മോളെ പിറകെ വരരുത്, എന്റെ മോളെ ദ്രോഹിക്കരുത്. ഓൾറെഡി ഒരു കാര്യം ഈ 3 പടം കൊണ്ടും വ്യക്തമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ജീവിതം തൊലഞ്ഞു. ആ പയ്യന്റെ കൊലപാതകം നടന്നതോടെ, ആ പയ്യനെ കൊല്ലേണ്ടി വരുന്ന സിറ്റുവേഷനോടെ ആ പെണ്ണിന്റെ ജീവിതം തൊലഞ്ഞു. മെന്റലി ഓക്കെ അല്ല, സൈക്കോളജിസ്റ്റിനെ കണ്ട് നടക്കുന്നു, പോലീസുകാർ പിറകെ നടക്കുന്നത്. ഇപ്പം ഒരുത്തനെ കെട്ടി 2ാം കെട്ട് ഹവിയായി, തൊലഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് പ്രകാരം മാമ ആ പെങ്കൊച്ചിനെ നിങ്ങൾക്ക് ദ്രോഹിക്കാനുള്ളത്? ജയിലിനകത്ത് കിടന്നു വലുതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പെണ്ണ് ഓൾറെഡി ഇല്ലാതായി. പ്രഭാകരൻ മാമ ഇനി നിങ്ങളെ റിവെഞ്ചും കൊണ്ട് വരരുത്. ഒരു 4ാം ഭാഗം താങ്ങാനായിട്ട് നമുക്ക് വയ്യ. പിന്നെ സത്യം പറഞ്ഞാൽ ഈ 100 കോടി അടിച്ചതൊക്കെ എന്തുവാ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആളിന്റെ ബ്രാൻഡ് വാല്യൂ, പിന്നെ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ മുമ്പ് ചെയ്തു വെച്ചേക്കുന്ന പടങ്ങളുടെ ഒരു ഗുഡ് വില്ല്, പുള്ളിയുടെ ഒരു പേര്. പിന്നെ ഈ ടൈമിൽ കൂടെ ഇറങ്ങിയ കാട്ടാളൻ അത്ര ശക്തനല്ലായിരുന്നു, വെട്ടിവരുത്താൻ പറ്റിയില്ല ദൃശ്യത്തിന്. പിന്നെ ആൾക്കാർക്ക് ആ ഒരു ദൃശ്യം 2 ഒരുപാട് പേർക്ക് ഭയങ്കര ഇതായി. ഈവൻ ദോ പടം ലാസ്റ്റ് ഒരു 10-30 മിനിറ്റേ ഉള്ളു പടം എന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ദൃശ്യം 3 എന്തോ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വന്നതാ. ക്ലൈമാക്സും ഇല്ല, കൊള്ളത്തില്ല, ട്വിസ്റ്റും പോരാ, ചുമ്മാ വലിച്ചു നീട്ടി ആദ്യത്തെ 1.5 മണിക്കൂർ അങ്ങ് പോകുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ 1 ടൈം വാച്ച് ആവറേജ്. നമുക്ക് ബാക്കി ഇപ്പൊ ഇറങ്ങുന്ന 90% വളുപ്പുകളാണല്ലോ. ഈ വളുപ്പുകൾ വെച്ച് നോക്കുമ്പോ ദൃശ്യം 3 ഈസ് ഓക്കെ. അങ്ങനെ കണ്ട് 100 കോടി അടിച്ചതായിരിക്കാം. സോ ഇത്രേ ഉള്ളൂ എന്റെ ഒരു സ്പോയിലർ റിവ്യൂ. പിന്നെ ദുരന്തർ OTT ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ഉടനെ ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് പീക്കി ബ്ലൈൻഡേഴ്സിന്റെ മറ്റേ ഇമ്മോർട്ടൽ മാൻ എന്ന് പറഞ്ഞ അതൊരു സിനിമ ആക്കി ഇറക്കിയിട്ടുണ്ട്, അതിന്റെ കൂടെ റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Until then, bye bye.